ഹായ് ഫ്രണ്ട്സ്! കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2020 ഡിഗ്രി ആപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്തു. ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് വളരെ സിമ്പിൾ ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അതുപോലെ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് സ്വന്തം ഫോണോ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പോ വെച്ചിട്ട് വീട്ടിലിരുന്ന് തന്നെ അപ്ലൈ ചെയ്യാവുന്ന രീതിയിലാണ് ആപ്ലിക്കേഷൻ പ്രൊസീജിയറൊക്കെ. സോ കം ഓൺ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്ലൈ ചെയ്യാനായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സൈറ്റ് www.cuonline.ac.in എന്ന പേജിലേക്കാണ് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടത്. ഈ പേജിൽ തന്നെ UG എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ പോർട്ടലായ സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ് അഥവാ CAP എന്ന പേജിലേക്ക് പോകുന്നതാണ്. സോ ദിസ് ഇസ് ദ ഹോം പേജ് ഓഫ് CAP. ഈ ഹോം പേജ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പരിചയപ്പെട്ടിരുന്നു. കുറേ ഓപ്ഷൻസ് ഒക്കെ നമ്മൾ അതിൽ കണ്ടിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകുന്നത്. സോ അപ്ലൈ ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ അപ്ലൈ നൗ എന്ന ഓപ്ഷൻ എല്ലാം ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടോ ഈ പേജിൽ നോട്ടിഫിക്കേഷൻ പ്രോസ്പെക്ടസ് അങ്ങനെ എല്ലാ ഓപ്ഷൻസും ആക്റ്റീവ് ആയിട്ടുണ്ട്. സപ്പോർട്ട് സെൻറ്റർ അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ അപ്ലൈ നൗവിലേക്ക് പോവാം. സോ ക്ലിക്ക് ഓൺ ടു അപ്ലൈ നൗ. അപ്പോൾ നമ്മൾ UG CAP 20 അഥവാ ന്യൂ രജിസ്ട്രേഷൻ പേജിലേക്ക് മൂവ് ചെയ്തു. ഈ ന്യൂ രജിസ്ട്രേഷൻ പേജ് പുതിയ കാൻഡിഡേറ്റ്സിന് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്രൊസീജിയർ ആണ് ഈ ഒരു പേജ് ഫില്ല് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. സോ അതിനായിട്ട് നമ്മൾ ആവശ്യമായ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, രജിസ്റ്റർ നമ്പർ നമ്മൾ +2 രജിസ്റ്റർ നമ്പറാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ അതുപോലെ ബോർഡ് ഓഫ് എക്സാമിനേഷൻ, ഇയർ ഓഫ് പാസിംഗ്, ജെൻഡർ, ഇമെയിൽ ID. ഇവിടെ ചില ഐക്കണിൻ്റെ നേരെ നമുക്ക് ഐ ബട്ടൺ കാണാം അഥവാ ഇൻഫോ ബട്ടൺ കാണാം. സോ വെൻ യു ക്ലിക്ക് ഓൺ ടു ദിസ് ഇൻഫോ ബട്ടൺ അല്ലെങ്കിൽ കഴ്സർ ജസ്റ്റ് ഐ ബട്ടൻ്റെ മുകളിൽ വെച്ചാൽ ആ ഒരു ഓപ്ഷൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാം. ഹിയർ യു ക്യാൻ സീ ദാറ്റ് ഇമെയിൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ ഇമെയിൽ ID ഓഫ് സ്റ്റുഡൻറ്റ് ഓർ പാരൻറ്റ് ഓർ ഗാർഡിയൻ ഓൺലി ടു ബി എൻറ്റഡ്. ദോസ് ഹു ഡു നോട്ട് ഹാവ് എൻ ഇമെയിൽ ID പ്ലീസ് ക്രിയേറ്റ് വൺ ആൻഡ് എൻ്റർ. അപ്പോൾ ഒരു ഇമെയിൽ ID നിർബന്ധമാണ്. അതുപോലെ മൊബൈൽ നമ്പറിനും ഇങ്ങനെ ഇൻഫോ നമുക്ക് ചില ഓപ്ഷൻസിൽ അവിടെ ഇങ്ങനെ ഇൻഫോ ഓർ ഐ ബട്ടൺ കാണാം. അതുപോലെ സ്ട്രീം ഇവിടെ +2 പാസിംഗ് ഇയർ, അതുപോലെ സ്ട്രീം എൻ്റർ ചെയ്യണം. സ്ട്രീം എന്ന് പറഞ്ഞാൽ സയൻസ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ കൊമേഴ്സ് ആണോ എന്നിങ്ങനെ സ്ട്രീം എൻ്റർ ചെയ്യണം. പിന്നെ നമ്പർ ഓഫ് ചാൻസസ് +2 ഫസ്റ്റ് ചാൻസിൽ പാസ്സായോ എന്നാണ് നമ്പർ ഓഫ് ചാൻസസ്. പിന്നീട് സെക്കൻഡ് പേജിലേക്ക് പോകുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ഓർ അഡ്രസ് ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. സോ അഡ്രസ്, ലൊക്കാലിറ്റി, പിൻകോഡ്, പാരൻസ് നെയിം, പാരൻസ് മൊബൈൽ നമ്പർ, ആധാർ നമ്പർ, ഈ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തിട്ട് ഇവിടെ ഒരു ക്യാപ്ചൻ്റെ ഐ എം നോട്ട് എ റോബോട്ട് ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ എന്ന് കൊടുക്കുക. ഈ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നതാണ്. സോ ദിസ് ഇസ് ദ നെക്സ്റ്റ് പേജ്. Here you can see that CAP ID is generated successfully and please check your registered email ID or mobile number for login credentials. So നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ആ എൻ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് അതുപോലെ തന്നെ ഇമെയിൽ IDയിലേക്ക് ഒരു മെയിലും മെസ്സേജും ആയിട്ട് നമ്മൾ ലോഗിൻ ചെയ്യാനുള്ള ക്രെഡൻഷ്യൽസ് അതായത് CAP IDയും സെക്യൂരിറ്റി കോഡ് അല്ലെങ്കിൽ പാസ്വേഡും വന്നിട്ടുണ്ടാവും. സോ ഇനി നമ്മൾ ആ ഡീറ്റെയിൽസ് യൂസ് ചെയ്തിട്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് CAP IDയും സെക്യൂരിറ്റി കോഡും ഇവിടെ എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് നോക്കാം. സോ നമ്മൾ ലോഗിൻ ചെയ്തപ്പോൾ വന്ന പേജാണിത്. ഇവിടെ വി ക്യാൻ സീ ദാറ്റ് ദർ ആർ 6 സ്റ്റെപ്സ് ഇൻ ദ ആപ്ലിക്കേഷൻ. സോ ഫസ്റ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. പിന്നെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, കോളേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലിസ്റ്റ് ഓഫ് കോളേജസ് അവിടെ സെലക്ട് ചെയ്യാനുണ്ട്. ഓപ്ഷൻ രജിസ്ട്രേഷൻ, പിന്നെ പ്രിവ്യൂ ആൻഡ് വെരിഫൈ. ആഫ്റ്റർ ദ തേർഡ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം ഒന്ന് പ്രിവ്യൂ ചെയ്യുക. ദെൻ പേയ്മെൻറ്റ്. ഫിഫ്ത്ത് സ്റ്റെപ്പ് ഇസ് ദ പേയ്മെൻറ്റ് ആൻഡ് ദെൻ പ്രിൻറ്റ് യുവർ ആപ്ലിക്കേഷൻ ഓർ യു ക്യാൻ ജസ്റ്റ് സേവ് ഇറ്റ്. സോ ഈ 6 സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ ഇനി നെക്സ്റ്റ് പോവേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ആഡ് ദ പേഴ്സണൽ ഡീറ്റെയിൽസ്. ഈ പേജിൽ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് വരും. നെയിം, യുവർ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മൊബൈൽ നമ്പർ. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മൾ രജിസ്റ്റർ ചെയ്ത് അവിടുന്ന് ഫീഡായിട്ട് വന്നിട്ടുണ്ടാവും. സോ ആ ഡീറ്റെയിൽസ് ഒക്കെ ഈ പേജിൽ ആഡ് ചെയ്ത് കൊടുക്കുക. രജിസ്റ്റർ നമ്പർ ഇറ്റ്സ് ഓട്ടോമാറ്റിക്കലി ടേക്കൺ. അതുപോലെ ബോർഡ് ഓഫ് എക്സാമിനേഷൻ, ഇയർ ഓഫ് പാസിംഗ്, സ്ട്രീം ഇതൊക്കെ നമ്മൾ നേരത്തെ അടിച്ചതാണല്ലോ, അതൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്തു. അതേപോലെ നെയിം ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുക്കാനുണ്ട്. ദെൻ ഗോ ടു ദ സെക്കൻഡ് പേജ്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അഡ്രസ് ഓൾറെഡി നമ്മൾ ഫീഡ് ചെയ്ത അഡ്രസ്സ് ഇവിടെ വന്നിട്ടുണ്ടാവും.
യു ക്യാൻ ജസ്റ്റ് ക്ലിക്ക് ഹിയർ കോപ്പി പെർമനൻറ്റ് അഡ്രസ്സിന് ക്ലിക്ക് ചെയ്താൽ ഈ പേജും ഫില്ലായി. അതായത് അഡ്രസ്സും ഇവിടെ ഫീഡായി. ഇനി സേവ് ആൻഡ് പ്രൊസീഡ് എന്ന് കൊടുക്കാം. നെക്സ്റ്റ് പേജിൽ നമ്മുടെ റിസർവേഷൻ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. സോ റിസർവേഷൻ ഡീറ്റെയിൽസ് ഇവിടെ റിലീജിയൻ, റിസർവേഷൻ കാറ്റഗറി, കാസ്റ്റ്, ആനുവൽ ഇൻകം ആൻഡ് ഡു യു ബിലോങ് ടു നോൺ ക്രീമി ലെയർ ഇതൊക്കെ എൻ്റർ ചെയ്യുക. നോൺ ക്രീമി ലെയർ ഇൻകം അതിനൊക്കെയുള്ള സ്പെസിഫിക്കേഷൻ പ്രോസ്പെക്ടസിലുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പറയുന്നതാണ്. പിന്നെ അതുപോലെ ഡു യു ബിലോങ് ടു എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, അപ്പോൾ അതും ഇവിടെ സെലക്ട് ചെയ്യുക. കമ്മ്യൂണിറ്റി കോട്ട സീറ്റ്സ് വേണമെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ട സീറ്റ്സ് ഓരോ കോളേജസിനും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും കമ്മ്യൂണിറ്റി നോക്കുക. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ കോളേജസ് നമ്മൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കൊടുത്താൽ മതി. സോ കമ്മ്യൂണിറ്റി കോട്ട സീറ്റ്സ് വേണോ, വെദർ അപ്ലൈയിങ് ഫോർ കമ്മ്യൂണിറ്റി കോട്ട, സോ സെലക്ട് ദാറ്റ്. ആൻഡ് ഹിയർ സ്പോർട്സ് കോട്ട, അതുപോലെ സ്പോർട്സ് കോട്ട വേണോ എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യുക. നൗ ഈ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തിട്ട് അഗെയിൻ സേവ് ആൻഡ് പ്രൊസീഡ്. ഈ പേജിൽ തന്നെ സ്പോർട്സ് കോട്ട യെസ് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ സ്പോർട്സ് കോട്ട അതിൽ വരുന്ന ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയി നോക്കിയിട്ട് ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ആവുകയാണെങ്കിൽ സ്പോർട്സ് കോട്ട യെസ് എന്ന് കൊടുക്കാം. സോ ദീസ് ആർ ദ എലിജിബിലിറ്റി ഫോർ സ്പോർട്സ് കോട്ട അഡ്മിഷൻ. UG കോഴ്സസിൽ സ്പോർട്സ് കോട്ട സെപ്പറേറ്റ് കോളേജസിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഈ 18 ക്രൈറ്റീരിയ അവിടെ കൊടുത്തിട്ടുണ്ട്. യു ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ എനി വൺ ഓഫ് ദീസ്. സോ ഇത് ഏതെങ്കിലും ഒന്ന് കിട്ടിയ ഒരാൾക്ക് മാത്രമാണ് സ്പോർട്സ് കോട്ട അഡ്മിഷന് എലിജിബിലിറ്റി ഉള്ളൂ. സോ ഓക്കെ, നൗ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് പേജ്. നെക്സ്റ്റ് വരുന്നത് വെയിറ്റേജ് ഡീറ്റെയിൽസ് ആണ്. ഫസ്റ്റ് അതിൽ ഡിസബിലിറ്റി ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. സോ യു ഹാവ് ടു സെലക്ട് ഇഫ് യു ആർ ഡിഫറെൻ്റ്ലി ഏബിൾഡ്. ദെൻ ഇവിടെ വെയിറ്റേജ് ഡീറ്റെയിൽസ്, അതായത് ആർട്സ് ഫെസ്റ്റിവൽ HSC VHSC ആർട്സ് ഫെസ്റ്റിവലിന് ഫസ്റ്റ് പ്ലേസ് ആണോ, ഓർ എക്സ് സർവീസ്മെൻ, NSS സർട്ടിഫിക്കറ്റ്, NCC സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. സോ അതൊക്കെ എൻ്റർ ചെയ്യുക. ആൻഡ് ദെൻ സെലക്ട് ഓൺ ടു സേവ് ആൻഡ് പ്രൊസീഡ്. നെക്സ്റ്റ് വി ഹാവ് ദ ഫോട്ടോ അപ്ലോഡ് ഡീറ്റെയിൽസ്. ഇവിടെ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ആൻഡ് ദ സ്പെസിഫിക്കേഷൻ ഇസ് 60 KB കുറവായിട്ട് ഉള്ള ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇറ്റ് ഷുഡ് ബി ഇൻ JPG ഫോർമാറ്റ്. സോ JPG ഫോർമാറ്റിൽ 60 KB കുറവായിട്ടുള്ള ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഇവിടെ തന്നെ അവൈലബിൾ ആണ്, നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതേപോലെ ഇതിൻ്റെ സൈസ് സ്പെസിഫിക്കേഷൻ കുറയ്ക്കാനായിട്ട് നമുക്ക് ഒരുപാട് ഓൺലൈൻ സൈറ്റ്സ് ഉണ്ട്. 1-2 സൈറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. യു ക്യാൻ യൂസ് ദാറ്റ്. സോ അപ്ലോഡ് യുവർ ഫോട്ടോ. Now we have to enter the qualifying examination details. ഈ പേജിൽ നമ്മൾ +2 മാർക്സ് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇവിടെ പാർട്ട് 1 അതായത് ഇംഗ്ലീഷ്, മോസ്റ്റ് പ്രോബബ്ലി ഫോർ ഓൾ ഇറ്റ് വിൽ ബി ഇംഗ്ലീഷ്. ദെൻ പാർട്ട് 2 അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. പാർട്ട് 3 അതർ ലാംഗ്വേജസ്, അതർ സബ്ജക്ട്സ്. ഫോർ സയൻസ് സ്റ്റുഡൻസ് ഇറ്റ് വിൽ ബി ദ സയൻസ് സബ്ജക്ട്സ് പ്ലസ് മാത്തമാറ്റിക്സ്. അപ്പോൾ അതൊക്കെ ഇവിടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. അതുപോലെ മാർക്സും ഔട്ട് ഓഫ് ഓർ മാക്സിമം മാർക്സും എൻ്റർ ചെയ്യുക. ഇതൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നോർമലൈസ്ഡ് മാർക്സ് കിട്ടും ഔട്ട് ഓഫ് 1200. ദാറ്റ് വിൽ ബി ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ്. സോ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഐ ഡിക്ലെയർ ദാറ്റ്, ക്ലിക്ക് ദിസ് ചെക്ക് ബോക്സ്, ഐ ഡിക്ലെയർ ദാറ്റ് ഓൾ ദ ഇൻഫർമേഷൻ എബവ് ആർ ട്രൂ. അതിനുശേഷം സേവ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ദെൻ വി വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്റ്റേജ് ഓർ ഓപ്ഷൻ രജിസ്ട്രേഷൻ. നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടിലെത്തി, അതായത് കോളേജ് അല്ലെങ്കിൽ കോഴ്സ് ഓപ്ഷൻ കൊടുക്കുന്ന പാർട്ടിൽ. ഈ പാർട്ടിൽ നമ്മൾ ഫസ്റ്റ് ഇവിടെ കോളേജ് സെലക്ട് ചെയ്യുക, അതുപോലെ സെക്കൻഡ് ഓപ്ഷനായ കോഴ്സ് സെലക്ട് ചെയ്യുക. ഈ രീതിയിൽ 20 ഓപ്ഷൻസ് സെലക്ട് ചെയ്യണം. സോ എല്ലാവർക്കും ഒരു അഡ്വൈസ് ഉണ്ട്, ആദ്യം തന്നെ ഈ ഒരു ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അതായത് ഒരു പേപ്പറിൽ എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ടാവണം ഈ 20 ലിസ്റ്റ് ഏതൊക്കെയാണ്, നമ്മൾ ഏത് കോളേജും ഏത് കോഴ്സുമാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്ന ഒരു ലിസ്റ്റ് കറക്റ്റായിട്ട് ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വരാൻ. സോ ഇത് ഒറ്റയടിക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എൻ്റർ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. 20 ഓപ്ഷൻസ് വരെ കൊടുക്കാനാണ് ഇവിടെ ഓപ്ഷൻ ഉള്ളത്. സോ ആ രീതിയിൽ കോളേജും കോഴ്സും ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്ന് നമുക്ക് കോളേജ് സെലക്ട് ചെയ്യാം. അതുപോലെ ആ കോളേജിലുള്ള പ്രോഗ്രാംസ് ഇവിടെ റൈറ്റിൽ കാണാം. ഈ രീതിയിൽ നമ്മൾ 20 ഓപ്ഷൻസും ഫിൽ ചെയ്ത് പോകണം. സോ
ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്, അല്ലെങ്കിൽ നമ്മുടെ സെലക്ഷൻ ഇതിനെ ബേസ് ചെയ്തിരിക്കും. സോ ഫസ്റ്റ് തന്നെ സെൽഫ് ഫിനാൻസിങ് ഒന്നും സെലക്ട് ചെയ്യാതെ ആദ്യം തന്നെ ഗവൺമെൻറ് കോളേജസ് സെലക്ട് ചെയ്യുക. അതുപോലെ കുറച്ച് ഹൈ റാങ്ക് വരുന്ന കോഴ്സ് സെലക്ട് ചെയ്യുക, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടോ. ആൻഡ് സെൽഫ് ഫിനാൻസിങ് ഒന്നും ഒക്കെ ആദ്യം സെലക്ട് ചെയ്യാതെ ലാസ്റ്റിലേക്കൊക്കെ വിടുക. നമ്മളെ മാർക്ക് അനുസരിച്ച് ഇൻഡെക്സ് മാർക്കൊക്കെ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ളൊരു ഓപ്ഷൻ സെലക്ഷൻ നമ്മളിവിടെ കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. സോ എല്ലാ ഓപ്ഷൻസും നമ്മൾ സെലക്ട് ചെയ്തിട്ട് ദെൻ മൂവ് ഓൺ ടു സേവ് ആൻഡ് പ്രൊസീഡ്. അങ്ങനെ നമ്മൾ 20 ഓപ്ഷൻസ് കോളേജ് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിൽ വീണ്ടും അതുപോലെ ഒരു കമ്മ്യൂണിറ്റി റിസർവേഷനുള്ള കോളേജ് കോഴ്സസ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിട്ടൊരു പേജ് വരും. ഹിയർ യു ക്യാൻ സീ ദാറ്റ് യു ക്യാൻ എൻ്റർ 5 colleges or 5 courses under community quota. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി കോളേജസ് നമ്മുടെ സെയിം കമ്മ്യൂണിറ്റി ആയ 5 കോളേജ് ഇവിടെ സെലക്ട് ചെയ്യുക, അതുപോലെ 5 കോഴ്സ് സെലക്ട് ചെയ്യുക. സോ ഇൻ ടോട്ടൽ 20 ജനറൽ ഓപ്ഷൻസും അതുപോലെ 5 കമ്മ്യൂണിറ്റി ഓപ്ഷൻസും ടോട്ടൽ 25 ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. സോ വി ക്യാൻ എൻ്റർ ദിസ് കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ്, കമ്മ്യൂണിറ്റി കോളേജ് ഡീറ്റെയിൽസ്. സോ നമ്മുടെ അപ്ലിക്കേഷനിലെ മെയിൻ പാർട്ടെല്ലാം കഴിഞ്ഞു. നൗ വി ക്യാൻ സീ കൺസോളിഡേറ്റഡ് ഡീറ്റെയിൽസ്. എല്ലാ ഡീറ്റെയിൽസ് ഒന്ന് പ്രിവ്യൂ ചെയ്യാനായിട്ട് ഇവിടെ വരും. സോ ചെക്ക് ഓൾ ദീസ് ഡീറ്റെയിൽസ് ഹിയർ. അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് നൗ യു ക്യാൻ ടേക്ക് എ ഡ്രാഫ്റ്റ് പ്രിൻ്റ് എടുക്കണം എന്നില്ല, അത് സേവ് ചെയ്താലും മതി. സോ യു ക്യാൻ ക്ലിക്ക് ഓൺ ടു ടേക്ക് എ ഡ്രാഫ്റ്റ് പ്രിൻ്റ്. അങ്ങനെ ഡിക്ലറേഷൻ വരും, അത് ഡിക്ലറേഷനും സെലക്ട് ചെയ്തിട്ട് ഫൈനൽ സബ്മിഷൻ ആൻഡ് പേ എന്ന ഓപ്ഷനിലേക്ക് പോവാം. എല്ലാം കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്തിട്ട് വേണം ഫൈനൽ സബ്മിഷൻ കൊടുക്കാൻ. ഓക്കെ, ഇനി ഫൈനൽ സബ്മിഷൻ കൊടുത്തതിന് ശേഷം നമുക്കൊരു റീ എൻട്രി അല്ലെങ്കിൽ കറക്ഷൻ പോസിബിൾ അല്ല. സോ ചെക്ക് ഓൾ യുവർ ഡീറ്റെയിൽസ് ആൻഡ് ദെൻ ഗോ ടു ഫൈനൽ സബ്മിറ്റ്. സോ ലെറ്റ്സ് ക്ലിക്ക് ദ ഫൈനൽ സബ്മിറ്റ്. സോ അവിടെ ഒന്നും കൂടെ വെരിഫൈ ചെയ്യാനൊക്കെ പറയും. ഇനി നമ്മളൊരു പേയ്മെൻറ്റ് ഗേറ്റ്വേയിൽ, അതായത് പേയ്മെൻറ്റിനായിട്ടുള്ള ഒരു പുതിയ സൈറ്റിലേക്ക് പോവുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ തന്നെ ഇൻസ്റ്റൻറ്റ് വെബ് പേയ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് വി വിൽ മൂവ് ഓൺ ടു ദാറ്റ്. ഇനി അവിടുന്ന് നമ്മൾ പേ ചെയ്തിട്ട് വീണ്ടും നമ്മൾ ക്യാപ്പ് ഐ ഡി അല്ലെങ്കിൽ ഈ ഒരു ഹോം പേജിലേക്ക്, ക്യാപ്പിൻ്റെ പേജിലേക്ക് നമ്മൾ റിട്ടേൺ വരും. സോ അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. നൗ ആർ യു ഷുവർ ടു സബ്മിറ്റ്? ഓക്കെ, ലെറ്റ്സ് സബ്മിറ്റ്. സോ നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഈ പേയ്മെൻറ്റ് എമൗണ്ട് ഫോർ ജനറൽ കാൻഡിഡേറ്റ്സ് ഇറ്റ്സ് 280 റുപ്പീസ്. അതുപോലെ SC/ST കാൻഡിഡേറ്റ്സിന് 115 റുപ്പീസാണ് അപ്ലിക്കേഷൻ ഫീ. സോ ഈ പേയ്മെൻറ്റ് നമുക്ക് 3 ഡിഫറെൻറ്റ് ഓപ്ഷൻസിൽ പേ ചെയ്യുക. അതായത് ഓൺലൈൻ SBI അല്ലെങ്കിൽ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ്സ് ഓർ അക്ഷയ ഓർ ഫ്രണ്ട്സ്, അങ്ങനെ 3 ഓപ്ഷനാണ്. സോ മോസ്റ്റ് പ്രോബബ്ലി വി വിൽ ബി സെലക്ടിങ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ്. SBI പേയ്മെൻറ്റ് ഗേറ്റ്വേ ആയ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് ആയിരിക്കും അധികം സെലക്ട് ചെയ്യാൻ ചാൻസ്. എന്നിട്ട് അത് സെലക്ട് ചെയ്തിട്ട് ഐ അഗ്രി ആൻഡ് കണ്ടിന്യൂ. സോ ക്ലിക്ക് ഓൺ ടു ദാറ്റ് ആൻഡ് ക്ലിക്ക് ഓൺ ടു ഐ അഗ്രി ആൻഡ് കണ്ടിന്യൂ. നൗ വി വിൽ ബി റീഡയറക്റ്റിംഗ് ടു ദ പേയ്മെൻറ്റ് ഗേറ്റ്വേ. ഇവിടെ നമ്മൾ ബില്ലിംഗ് അഡ്രസ്സൊക്കെ എൻ്റർ ചെയ്തിട്ട് ഏത് കാർഡാണ്, ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷനിലാണ് ഇപ്പോൾ ഇവിടെ ഓൺ ആയി കിടക്കുന്നത്. അവിടെ നമ്മൾ കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക, അതുപോലെ CVV and all these details, enter all these details and then click on to pay now. അങ്ങനെ നമ്മൾ പേയ്മെൻറ്റ് ഓപ്ഷനും കൂടി കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആയി. സോ വി വിൽ ബി ഡയറക്റ്റിംഗ് ടു ക്യാപ്പ്, സൈറ്റ് ഓഫ് ദി ക്യാപ്പ് ഓർ സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ്സ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ആ സൈറ്റിലേക്ക് തന്നെ പോയിട്ട് പോകുന്നതായിരിക്കും. സോ ദിസ് ഇസ് ഇറ്റ്, ദിസ് ഇസ് ദ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ്. അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ടൈം തന്നത്, ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത് 3rd ഓഗസ്റ്റിനാണ്. 17th August 17/8/2020 ഇസ് ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ ആപ്ലിക്കേഷൻ. 17/8 അന്ന് വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. അന്ന് വൈകിട്ട് 5 മണി വരെയാണ് ടൈം തന്നിട്ടുള്ളത്. സോ വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക എല്ലാവരും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ ഞാനത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. അതേപോലെ there are different options. സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഇഫ് യു ഗോ ടു ദ സൈറ്റ് യു ക്യാൻ ഹിയർ സപ്പോർട്ട് സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്.
കോൺടാക്റ്റ് അസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. അവിടെ ഹെൽപ്പ് ഡെസ്ക് നമ്പേഴ്സും നോഡൽ കോളേജ് ഒക്കെ ഉണ്ട്, ലിസ്റ്റൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ സപ്പോർട്ട് സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ആക്റ്റീവ് ആയിട്ടുണ്ട്. ഈ സപ്പോർട്ട് സെൻറ്റർ എന്ന ഓപ്ഷനിൽ നമ്മൾ ക്യാപ്പ് ഐ ഡി എൻ്റർ ചെയ്യുക, സെക്യൂരിറ്റി കീ എൻ്റർ ചെയ്യുക. ഈ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തിട്ട് നമുക്ക് എന്താണ് ഡൗട്ട് എന്നുള്ളത് ഇവിടെ കൊടുത്താൽ മതി. സപ്പോർട്ട് ടൈപ്പ് ഇവിടെ ഏത് സ്റ്റേജിലാണ് നമ്മൾ സ്റ്റക്ക് ആയത്, പേഴ്സണൽ ഡീറ്റെയിൽസ് ആണോ, വെരിഫൈഡ് ഡീറ്റെയിൽസ് ആണോ, ആപ്ലിക്കേഷൻ ലോക്ക് ഓർ അൺലോക്ക് ആപ്ലിക്കേഷൻ, മാർക്ക് ഡീറ്റെയിൽസ്, ഈ കാറ്റഗറി സെലക്ട് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും മെസ്സേജ് എന്താണ് പ്രശ്നം എന്നുള്ളത് ഇവിടെ എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ സപ്പോർട്ട് ഫ്രം ദ പാർട്ട് ഓഫ് യൂണിവേഴ്സിറ്റി. സോ ഇങ്ങനെ ഒരു പുതിയ ഓപ്ഷനും കൂടെ ഇവിടെ ആക്റ്റീവായി വന്നിട്ട് ഇനി നമുക്ക് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് വി ക്യാൻ ചെക്ക് ഇറ്റ് ഹിയർ, ട്രാക്ക് ആൻഡ് ചെക്ക് ദ സ്റ്റാറ്റസ്. അവർ ആപ്ലിക്കേഷൻ എന്തായി, പ്രോസസ് ആയോ, റിജക്റ്റ് ആയോ, സോറി ടു സേ ദാറ്റ് ഇറ്റ് വോണ്ട് ബി റിജക്റ്റഡ് എനിവേ. അതുപോലെ പ്രൊസീഡ് ആയോ, എന്താണെന്നുള്ളത് സ്റ്റാറ്റസ്, നമ്മൾ ഈ കൊടുത്ത ഒരു ഡൗട്ടിനുള്ള സ്റ്റാറ്റസും ഒക്കെ ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ അറിയാൻ പറ്റുന്നതാണ്. സോ ദിസ് ഇസ് ഇറ്റ്, വെരി സിമ്പിൾ ആപ്ലിക്കേഷൻ. നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടൊന്നും വന്നിട്ടില്ല, ആകെ ഫോട്ടോ മാത്രമാണില്ലേ ഇതിൽ അപ്ലോഡ് ചെയ്യാനുള്ളത്. സർട്ടിഫിക്കറ്റ്സ് ഒന്നും അറ്റ് പ്രസൻറ്റ് നമ്മളൊന്നും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. ഒരു സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യാനായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മളോട് ചോദിച്ചിട്ടില്ല. സോ അഡ്മിഷൻ ടൈമിലായിരിക്കും നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ്സ്, ഇൻകം സർട്ടിഫിക്കറ്റ് നമ്മൾ ക്ലെയിം ചെയ്തു അവിടെ. ഐ മീൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഏത് കാറ്റഗറിയാണ്, റിസർവേഷൻസ് ഒക്കെ ക്ലെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിൻ്റെയൊക്കെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് അഡ്മിഷൻ ടൈമിലായിരിക്കും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. സോ കീപ്പിംഗ് ഇൻ ഓൾ ദിസ് ഇൻ മൈൻഡ്, ലെറ്റ് മീ വൈൻഡ് അപ്പ്. സോ ഈ വീഡിയോ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. അതുപോലെ ഇതുപോലത്തെ എഡ്യൂക്കേഷണൽ വീഡിയോസ് പ്ലസ് അതർ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ഒക്കെ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ കീപ് വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ. If you like the video, please like and share with your friends. So thanks for watching. Bye.